20,000-ലധികം ആളുകളെ ഈ ഒരു മൈൻഡ് പവർ കൊണ്ട് ജീവിതം മാറ്റിമറിച്ച ആള്. മലയാളികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്? ലേഡീസ് കൂടുതലും വരുന്നത് ഹസ്ബൻഡ് എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, എന്നെ കേൾക്കുന്നില്ല, എപ്പോഴും ഫോണിലാണ്, എൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ജെൻസ് ആണെങ്കിൽ പറയുന്നത് മണി ലോസ് വരുന്നു, മന്ത് എൻഡ് ആകുമ്പോഴത്തേക്ക് കയ്യിൽ പൈസ ഇല്ല, ടെൻഷൻ വരുന്നു, BP കൂടുന്നു. നഴ്സിങ്ങിന് പഠിക്കുന്ന ഒരു പയ്യനായിരുന്നു. ഫ്രണ്ട്ഷിപ്പിൽ പെട്ടിട്ട് സെക്ഷലി എന്തോ സംഭവിച്ചിട്ട് പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അങ്ങനെ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. എനിക്കൊന്ന് 3 hours ഞാൻ കണ്ടിന്യൂസ്ലി ആ പയ്യൻ്റെ അടുത്ത് സംസാരിച്ചു. ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആ പെൺകുട്ടി പയ്യൻ്റെ അടുത്ത് നേരിട്ട് വന്ന് സോറി പറഞ്ഞു. എന്റെ ദൈവമേ, സാധാരണ നേരെ തിരിച്ച ഞാൻ കഥകൾ കേൾക്കാറുള്ളത്. പെൺകുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആൺകുട്ടിയാണ് കഥ കേൾക്കാറുള്ളത്. ഇങ്ങനെയാണ് ഇപ്പൊ ലോകം. 15 വർഷമായിട്ട് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, അയ്യോ പൈസ പോരല്ലോ, ജോലി പോരല്ലോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 10 ദിവസം കൊണ്ടോ 15 ദിവസം കൊണ്ടോ എൻ്റെ മൈൻഡ് മാറുമോ? വീണക്ക് ചിലപ്പോൾ ഒരു 3 weeks കൊണ്ട് മാറി ചിന്തിക്കാനും മാറ്റം വരുമായിരിക്കും. വേറൊരു വ്യക്തിക്ക് ഒരു 3 months എടുക്കുമായിരിക്കും. നമ്മളെ ട്രോമ എത്രത്തോളം ഡീപ്പാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. എന്നോട് വന്നിട്ട് പറയും, എൻ്റെ ഹസ്ബൻഡാണ് മാം തെറ്റ്, എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയാണ്, ബിഹേവിയർ ഇങ്ങനെയാണ്, ദേഷ്യം ഇങ്ങനെയാണ്. അപ്പം ഞാൻ ഹസ്ബൻഡിനെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല, ഞാൻ വൈഫിനോടാണ് മാറാൻ പറയാം. ഞാൻ ആദ്യം പറയുന്നത് ഈ പേരൻസ് ആണ് ആദ്യം മാറേണ്ടത്. കാരണം കുട്ടികൾ എന്ന് പറയുന്നത് ഇവരുടെ റിഫ്ലക്ഷനാണ്. 0 to 7 years ഒരു കുട്ടിക്ക് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് മാത്രമേ ഉള്ളൂ. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് സ്പോഞ്ച് പോലെയാണ്, ചുറ്റുള്ള എല്ലാം വലിച്ചെടുക്കും. എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉടായിപ്പാണ്, നമ്മളെ ക്ലാസ് ഉടായിപ്പാണ്, പൈസ തട്ടിപ്പാക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വ്യക്തികൾ തന്നെ തിരുത്തി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനൊക്കെ എനിക്കറിയാം കമന്റിന്റെ പൊങ്കാലയായിരിക്കും. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അങ്ങനെയാണ് കമന്റ്സ് വരാറ്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. ഒരു വ്യക്തി അയാളുടെ ഏറ്റവും വലിയ ഇന്നർ പവർ മനസ്സിലാക്കുന്നത് നമ്മുടെ മനസ്സിന്റെ പവർ എന്താണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ മൈൻഡ് പവർ നമ്മൾ മനസ്സിലാക്കുക? നമുക്ക് എന്തൊക്കെ ശക്തികളുണ്ട്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു പാതയല്ല. തീർച്ചയായിട്ടും ഒരു ഗൈഡിന്റെ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിന്റെ സഹായം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കാത്ത സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റും. ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതലായി സംസാരിക്കാനായിട്ട് മൈൻഡ് പവർ കോച്ചായിട്ടുള്ള ഡോക്ടർ ശ്രീവിദ്യ അനൂപാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം മാം. താങ്ക് യു സോ മച്ച്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ സ്വന്തം ശക്തി മനസ്സിലാക്കണം എന്നുള്ളത് എപ്പോഴായിരുന്നു ഡോക്ടർ സ്വന്തമായിട്ട് മനസ്സിലാക്കിയത്? എനിക്കൊരു പോയിന്റ് ഓഫ് ടൈമിൽ ഒരു ഗൈഡൻസ് വേണം, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് വേണമെന്ന് തോന്നിയപ്പം ഞാൻ പല രീതിയിൽ സൈക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്തു. പക്ഷെ അതിലൊന്നും എനിക്ക് മാറ്റം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ സ്വയം മാറണമെന്ന് തോന്നുമ്പോൾ മാത്രം നിങ്ങൾ മാറാൻ റെഡി ആവുക. ഒരാൾ പുഷ് ചെയ്ത് നിങ്ങളെ മാറ്റാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും മാറാൻ പറ്റില്ല. അതിന് ആ സ്ട്രഗ്ലിംഗ് പീരീഡിലൂടെ കടന്നു പോകണം. അല്ലെ ഒരു ഡിപ്രഷൻ സ്റ്റേജ്, ആ ഒരു നമുക്ക് ഹെൽപ്ലെസ് ആണ് എന്നുള്ള പോയിന്റ് ഓഫ് ടൈമിൽ എത്തിയാൽ മാത്രമേ ഒരു വ്യക്തിക്ക് മാറാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഞാൻ എത്തിയപ്പോൾ ഞാൻ സ്വയം മാറി, ഞാൻ സ്വയം എൻ്റെ മെൻറ്ററായി മാറി. അപ്പൊ ഞാൻ എങ്ങനെയാണോ എന്നെ മാറ്റിയെടുത്തത് ആ സെയിം ടെക്നിക്കാണ് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനും പറഞ്ഞു കൊടുക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇങ്ങനെ മൈൻഡ് പവർ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്ന, അഡ്വൈസേഴ്സ് കൊടുക്കുന്ന ഒരാളാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. നമ്മൾ കടന്നു പോയതിനേക്കാൾ അതിഭീകരമായ യാത്രകൾ നടത്തിയ ആളുകളെ കണ്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. അതെ. ഇങ്ങനെ ഞെട്ടിപ്പോയൊരു കഥ ഏതാണ്? ഒരുപാടുണ്ട്. അതിലൊന്ന് ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത്, ഒരു പയ്യൻ ഇതുപോലെ നഴ്സിങ്ങിന് പഠിക്കുന്ന ഒരു പയ്യനായിരുന്നു. അപ്പൊ ഏതൊരു ഫ്രണ്ട്ഷിപ്പിൽ പെട്ടിട്ട് അങ്ങനെ ഒരു സെക്ഷലി എന്തോ സംഭവിച്ചിട്ട് പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അങ്ങനെ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. അപ്പോൾ അറ്റംപ്റ്റ് ചെയ്തിട്ട് വെരി നെക്സ്റ്റ് ആണ് ക്ലാസ്സിലോട്ട് വരുന്നത്. ആ പയ്യൻ ക്ലാസ്സിൽ വന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല മാഡം, ആ വീഡിയോസൊക്കെ എൻ്റെ പേരൻസിന് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, എൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഞാൻ പറഞ്ഞു, ഫോഴ്സ് ചെയ്യൂ, കുറച്ച് നമ്മൾ എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കൂ, നിന്റെ പവർ നീ മനസ്സിലാക്കണം. മറ്റുള്ളവർ ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പം അപ്പൊ തന്നെ ജീവിതം അവസാനിപ്പിക്കുന്ന ഫൂൾ ആവരുത്. അപ്പോൾ അങ്ങനെ മൈൻഡിന്റെ പവർ ഞാൻ കാണിച്ചു കൊടുത്തു. 2 hours, എനിക്കൊന്ന് 3 hours ഞാൻ കണ്ടിന്യൂസ്ലി ആ പയ്യൻ്റെ അടുത്ത് സംസാരിച്ചു, എല്ലാ ടെക്നിക്കും പറഞ്ഞു കൊടുത്തു. അത് പ്രാക്ടീസ് ചെയ്ത് ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആ പെൺകുട്ടി പയ്യൻ്റെ അടുത്ത് നേരിട്ട് വന്ന് സോറി പറഞ്ഞു. എന്റെ ദൈവമേ, സാധാരണ നേരെ തിരിച്ച ഞാൻ കഥകൾ കേൾക്കാറുള്ളത്. പെൺകുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആൺകുട്ടിയാണ് കഥ കേൾക്കാറുള്ളത്. ഇങ്ങനെയാണ് ഇപ്പൊ ലോകം. അതല്ലേ, ഇത് നേരെ തിരിച്ച് സംഭവിക്കുന്നു. അപ്പൊ നമുക്ക് പറഞ്ഞ സോൾ ടു സോൾ കണക്ഷനിലൂടെയാണ് ഹീൽ ചെയ്യുന്നത്. ഇപ്പൊ വീണക്ക് ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ വീണ ഒരു ടെക്നിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി വീണയോട് വന്ന് സോറി പറയും.
അത് ശരി. എനിക്ക് ഒന്നും വിചാരിക്കരുത്, എനിക്ക് ഏറ്റവും മറ്റേ മന്ത്രവാദമൊക്കെ കേൾക്കുന്ന പോലെ തോന്നുന്നു. അങ്ങനെ ആൾക്കാർ ഇതൊക്കെ നടക്കുമോ എന്നുള്ളത്, പക്ഷെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പൊ ഈ പയ്യൻ ആ കുട്ടി വന്ന് സോറി പറഞ്ഞു എന്ന് മാത്രമല്ല, എക്സാം 1 വീക്ക് കഴിഞ്ഞിട്ടായിരുന്നു ഫൈനൽ എക്സാം എഴുതില്ല എന്ന് വിചാരിച്ച ആള് എഴുതുകയും ചെയ്തു, ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാവുകയും ചെയ്തു. ഇന്ന് ഒരു ഹോസ്പിറ്റലിൽ ആള് വർക്ക് ചെയ്യാണ്. അത് ശരി. ഇതൊക്കെ നടന്നത് 3 മന്ത്സിനുള്ളിലാണ്. അത് ആലോചിച്ച് നോക്കണം. അതാണ് ചുരുങ്ങിയ കാലയളവിലാണ് ഒരു വ്യക്തി തിരിച്ചു വന്ന് വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല, അപ്പൊ തന്നെ ലൈഫ് സെറ്റിലായി. 3 മന്ത്സ് കൊണ്ട് തന്നെ ആണ്. നമുക്ക് നമ്മുടെ മനസ്സിലൂടെ എന്താ കടന്നു പോകുന്നത്, ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അതും പ്രത്യേകിച്ച് ഇനി മരിക്കുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കുന്ന ഒരാളെ കൊണ്ടുവരാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഓരോ ആൾക്കാരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോ നമുക്ക് എന്താ തോന്നുന്നത്? ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണോ, സന്തോഷമാണോ, എന്താ നമുക്ക്? അത് നേരത്തെ ഡെന്റിസ്റ്റായി വർക്ക് ചെയ്തപ്പോ ഞാൻ പറഞ്ഞില്ല, ഒരു കാര്യം മിസ്സിംഗ് ആയിരുന്നു. അത് ഇവിടെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെ ആ സ്പേസ് ഫീൽ ആവുന്നുണ്ട്. അതായത് എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഇപ്പം വീണയ്ക്ക് ഇപ്പം ആങ്കറിങ് ചെയ്യുമ്പം ഉള്ള ഒരു ഹാപ്പിനെസ് ഇല്ലേ, ആ ഒരു ഇന്നർ ഹാപ്പിനെസ്. പിന്നെ ആൾക്കാരുടെ ലൈഫിൽ മാറ്റം വരുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു പാർട്ടാവും എന്ന് അറിയുമ്പോൾ തന്നെ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുകയാണ് ചെയ്യുക. ഈശ്വര, ആദ്യം തന്നെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. കാരണം ഞാൻ വളരെ ഇൻസൾട്ട് ചെയ്ത് വളർന്നു വന്ന ആളാണ്. കാരണം എവിടെ എനിക്ക് സക്സസ് ആവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ വന്നപ്പോഴാണ് എല്ലാവരും എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. കാരണം നമ്മളെ പാഷൻ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിൽ നമ്മൾ ജീവിക്കുമ്പം ആൾക്കാർ നമ്മൾ അംഗീകരിക്കാൻ തുടങ്ങും, അപ്രിഷ്യേറ്റ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഇപ്പൊ നിങ്ങൾ ഒരു വളരെ മോശം അവസ്ഥയിലാണ് കടന്നു പോകുന്നത്, ആൾക്കാരെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല, അപ്രിഷ്യേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ആ ഒരു ജോബ് നിങ്ങൾക്ക് സ്യൂട്ടല്ല. അതിനേക്കാൾ വലുത് എന്തോ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നം എന്താണെന്നറിയോ, ആ ജോലി നിങ്ങൾക്ക് സ്യൂട്ടല്ല, അതിലും വലുതും എന്തോ കാത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് തേടി പോവുക? ഇത് ഞാനിപ്പോ എങ്ങോട്ട് പോയാലാണ് ഇത് ശരിയാവുക എന്ന് പറഞ്ഞാൽ മറ്റേ ഇരുട്ടി തപ്പുന്ന അവസ്ഥയില്ലേ? ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ നാട്ടിലെ ഒരു 90% ആൾക്കാരുള്ളത്. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇങ്ങനെയുള്ള മെന്ററിന്റെ ഹെൽപ്പ് വേണ്ടത്. റൈറ്റ് ആയിട്ടുള്ള ആ വേ പറഞ്ഞു കൊടുക്കും. അപ്പൊ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞത് 4 ഏരിയ ആണ്: ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണി. ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണി, ഇത് 4 പില്ലേഴ്സ് ആണ്. ഇത് 4ഉം ബാലൻസ് ആയാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ലൈഫ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ, സക്സസ് ആവാൻ പറ്റുള്ളൂ. സക്സസ് ആവാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്, എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ സക്സസ് എന്ന് പറയുന്നത് മനസ്സമാധാനമായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ്, ഹാപ്പി ആയിട്ട് ഇരിക്കുക, ലൈഫ് എൻജോയ് ചെയ്യുക, പ്രസന്റിൽ ജീവിക്കുക എന്നുള്ളതാണ്. ആ പ്രസന്റിൽ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി സക്സസ്ഫുൾ ആണ്. ആണ് അല്ലേ? അതെ. ചിലപ്പോ ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടാകും, നമ്മള് ചുറ്റുമുള്ള ആൾക്കാർ കാണുമ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കരിയർ ഉണ്ടാകും. എന്നിരുന്നാൽ പോലും എന്റെ ഉള്ളിനുള്ളിൽ ഞാൻ ഹാപ്പി അല്ല, ഇങ്ങനെ പറയുന്ന ആളുകൾ കൂടുതലില്ലേ ഇപ്പോ? തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ ഇവിടെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാള്, ഒരു വീട്ടമ്മയാണെങ്കിൽ അവരവരുടെ ജോലി കുക്കിംഗ്, അതൊക്കെയാണ് അവരുടെ ജോലി. കുക്കിംഗ് ചെയ്തുകൊണ്ട് 10 വർഷം മുന്നേ നടന്നൊരു സംഭവമാണ് അവർ ആലോചിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അവർ പ്രസന്റിലല്ല ജീവിക്കുന്നത്. 10 വർഷം അന്നൊരു ആ ഒരു വ്യക്തി എന്നോട് എന്തിനിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇത് ആലോചിച്ചാണ്ട് കുക്ക് ചെയ്യുന്നത്. നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും മൈൻഡ്ഫുൾനെസ് ആയി കുക്ക് ചെയ്യണം. അങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ലൈഫിൽ സക്സസ്ഫുൾ ആണ്. ഏതൊരു പ്രവൃത്തിയിലും നമ്മൾ 5 സെൻസസും കൊടുത്ത് മൈൻഡ്ഫുൾനെസ് ആയി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഹാപ്പിയാണ്. ഇപ്പൊ വീണ ഈ പ്രോസസ് എൻജോയ് ചെയ്ത് ആ കംപ്ലീറ്റ് അറ്റൻഷൻ ഇതിൽ കൊടുത്തിട്ടല്ലേ ചെയ്യുന്നത്. അപ്പൊ വീണ സക്സസ്ഫുൾ ആണ്. സന്തോഷം. അല്ല, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ ഒരു 5000-ലധികം ആളുകളെ ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരു കോച്ചാണല്ലോ, മൈൻഡ് പവർ കോച്ചാണ്. അത് ശരിക്കും പറഞ്ഞാൽ അത് ഗ്രൂപ്പിലായിരുന്നു. അത് ഞാൻ 6 മന്ത്സ് മുന്നേ പറഞ്ഞതാണ്. ഇപ്പം ഓഫ്ലൈനും ഓൺലൈനും ഒക്കെ ആയിട്ട് നമ്മളടുത്ത് 20,000 ആൾക്കാരെ ഇതുവരെ ലൈഫ് മാറ്റി കഴിഞ്ഞു. അത് ശരി. 20,000-ലധികം ആളുകളെ ഒരു മൈൻഡ് പവർ കൊണ്ട് ജീവിതം മാറ്റിമറിച്ച ആള് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണ്? മലയാളികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്? അതിപ്പം ജെൻസിനാണെങ്കിൽ ഡിഫറെൻ്റ് ആണ്, ലേഡീസിനാണെങ്കിൽ ഡിഫറെൻ്റ് ആണ്. ലേഡീസ് കൂടുതലും വരുന്നത് ഹസ്ബൻഡ് എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, എന്നെ കേൾക്കുന്നില്ല, എപ്പോഴും ഫോണിലാണ്, എൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ജെൻസ് ആണെങ്കിൽ പറയുന്നത് മണി ലോസ് വരുന്നു, ക്രെഡിറ്റ് കാർഡ് എന്താണ് മന്ത് എൻഡ് ആകുമ്പോഴത്തേക്ക് കയ്യിൽ പൈസ ഇല്ല, ടെൻഷൻ വരുന്നു, BP കൂടുന്നു, ഇതൊക്കെയാണ്. പിന്നെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അങ്ങനത്തെ കേസസ് വരാറുണ്ട്. പിന്നെ കുട്ടികളാണെങ്കിൽ വന്ന് പറയുന്നത് അച്ഛനും അമ്മയും അവരെ ശ്രദ്ധിക്കുന്നില്ല, അവർക്ക് അവരുടെ ഇപ്പം ഗേൾസിനൊക്കെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ തുറന്ന് പറയാനുണ്ടാവും. അപ്പം നമുക്കറിയാം, നമുക്ക് ചെറുപ്പത്തിലൊക്കെ ടീനേജർ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എക്സ്പ്രസ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പം അതൊന്നും കേൾക്കാനോ കാണാനോ പേരൻസിന് ടൈം ഇല്ല, അങ്ങനെ ഒറ്റപ്പെട്ടു പോവാണ്. അപ്പം ഈ കുട്ടീനെ ക്ലാസ്സിലേക്ക് വിടും, എൻ്റെ ക്ലാസ്സിലോട്ട് വിടും.
അപ്പൊ ഞാൻ ചോദിക്കും മോൾ എന്തിനാണ് ക്ലാസ്സിൽ വന്നത്, 14-15 വയസ്സുള്ള കുട്ടികൾ. മാം കരിയർ ബിൽഡ് ചെയ്യാൻ വന്നതാന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു അതാണല്ലോ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ആൻസർ. ഞാൻ പറഞ്ഞു മോളെ കരിയർ ഈ ഒരു പ്രായത്തിൽ കരിയർ ബിൽഡ് ചെയ്യല്ല വേണ്ടത്, നീ ഹാപ്പി ആണോ? ഞാൻ ഹാപ്പി അല്ല. നീ ഹാപ്പി ആണോ എന്ന് ആദ്യം നോക്കുക, കരിയർ ഒക്കെ വന്നോളും. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഏത് ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് നോക്കുക. നമ്മൾ ഹാപ്പി ആണോ, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ, നമ്മൾ റിലാക്സ്ഡ് ആണോ? അപ്പം നമ്മൾ ഏത് ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള വ്യക്തികൾ, സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് വരും. ഇപ്പോൾ നമ്മൾ അതാണ് പറഞ്ഞത്, നമ്മൾ ആ സക്സസ്ഫുൾ ആവാന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് തന്നെ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ നമുക്ക് വേണ്ട വ്യക്തികളെ യൂണിവേഴ്സ് ദൈവം നമ്മളിലേക്ക് അയക്കും. അത് ശരി. അല്ലെ ഈ എന്താ പറയാ, ഇപ്പൊ ഞാൻ ഈ പ്രസന്റിലല്ല ജീവിക്കുന്നതെന്ന് പറയുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ മാസം അവസാനം ആകുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിലുള്ള പൈസ തീർന്നു പോകുന്നു എന്ന് പറയുന്നത്, അതിന് നമുക്ക് ഒരു മൈൻഡ് പവർ കോച്ചിന് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾ കൃത്യമായിട്ട് പൈസ ചെലവാക്കുന്നതിൽ ഒരു കൃത്യത കൊണ്ടുവന്നാൽ പൈസ ശരിയായിരിക്കും എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അതൊരു ഓർഡിനറി പീപ്പിൾ അങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 3 ഡയമെൻഷൻ ഉണ്ട്, 4th ഡയമെൻഷൻ ഉണ്ട്, 5th ഡയമെൻഷൻ ഉണ്ട്. നമ്മൾ ഈ എല്ലാവരും 3 ഡയമെൻഷനിലാണുള്ളത്. 3 ഡയമെൻഷനിൽ ഒരാൾ ചിന്തിക്കുന്നത് നോർമൽ കാര്യങ്ങളാണ്. ഓക്കെ, പൈസ നമ്മൾ ഉണ്ടാക്കിയാലല്ലേ വരൂ, ഹാർഡ് വർക്ക് ചെയ്താലല്ലേ മണി മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതല്ല, നമ്മളെ ഉള്ളിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരുപാട് ഇമോഷൻസ് ഉണ്ട്, ഒരുപാട് സ്റ്റക്കായിട്ടുള്ള എനർജി ഉണ്ട്. ഇപ്പോൾ ഒരു വ്യക്തി ഒരുപാട് ജോബിന് വേണ്ടി ട്രൈ ചെയ്തു, പക്ഷെ ആ ഒരു പോയിന്റിൽ എത്തുമ്പം ആ ജോബ് സ്ലിപ്പായി കയ്യിൽ നിന്ന് പോകുന്നു. പക്ഷെ അവരെക്കാളും പഠിക്കാത്തൊരു വ്യക്തി, ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയും, അവർ ബിസിനസ് ചെയ്ത് ഹൈ ലെവലിലേക്ക് പോകുന്നു. ഫസ്റ്റ് ബെഞ്ചർ ആയിട്ടുള്ള ടോപ്പർ ആയിട്ടുള്ള വ്യക്തി ഇപ്പോഴും അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളെ തോട്ട് പാറ്റേൺ, നമ്മളെ ഇമോഷണൽ പാറ്റേൺ നമ്മൾ റീപ്രോഗ്രാം ചെയ്ത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളെ ലൈഫ് നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഓർഡിനറി ആൾക്കാർ ചിന്തിക്കുന്നത് പൈസ അടക്കുന്നതൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അത് നമുക്ക് മൈൻഡ് പവർ ഉപയോഗിച്ച് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിൽ നമുക്ക് എത്താൻ പറ്റും. എന്ന് വെച്ചാൽ എന്താണ്, അതായത് ഇപ്പൊ ഞാനിപ്പോ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഞാനൊരു എംപ്ലോയി ആയിരുന്ന സമയത്ത് ദൈവമേ കിട്ടുന്ന പൈസ തികയുന്നില്ലല്ലോ, മാസം അവസാനം ആകുമ്പോഴത്തേക്കും ഇത് മൊത്തം തീർന്നു പോവാണല്ലോ, എങ്ങനെയൊക്കെ ശ്രദ്ധിക്കാൻ ശ്രമിച്ചാലും ടുവേർഡ്സ് ദ എൻഡ് ആകുമ്പോഴത്തേക്കും ഇത് ഭയങ്കര പ്രശ്നമാണല്ലോ എന്നുള്ള ചിന്ത സ്വാഭാവികമായിട്ട് എനിക്കുണ്ട്. എന്നെ പോലെ ഒരു മീഡിയം ലെവലിൽ ജോലി ചെയ്യുന്ന 95% ആളുകൾക്കും ഉണ്ട്. അപ്പൊ ഇതിനെ എങ്ങനെ ഞങ്ങൾ ഓവർകം ചെയ്യുക? അതായത് വീണ പറഞ്ഞതിൽ തന്നെ അതിന്റെ ആൻസർ ഉണ്ട്. ഇത് എനിക്ക് എത്തുന്നില്ലല്ലോ, തികയുന്നില്ലല്ലോ, ശരിയാവുന്നില്ലല്ലോ, എനിക്ക് ഇത്രയല്ലേ സാലറി ഉള്ളൂ, ഇങ്ങനെയാണ് നമ്മൾ നിരന്തരം സംസാരിക്കുന്നത്, ചിന്തിക്കുന്നത്. ഇത് ആദ്യം ആരാ കേൾക്കുന്നത്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തിങ്ക് ചെയ്യുന്നത്, ഓക്കെ വീണയ്ക്ക് ഇത്രയും പൈസ ആവശ്യമുള്ളൂ, വീണ അതിൽ ഇമോഷനും കൂടെ മസാല ആഡ് ചെയ്തിട്ടാണ് ചിന്തിക്കുന്നത്. ഇമോഷൻ എന്ന് പറയുന്നത് ബോഡിയുടെ ആണ്. ആ ഇമോഷൻ കൊടുത്തിട്ട് ലാക്ക് ഫീലിംഗിലാണ് വീണ വൈബ്രേറ്റ് ചെയ്യുന്നത്. ആ രീതിയിലാണ്, ഒരേ രീതിയിലാണ് എല്ലാ മാസവും ചിന്തിക്കുന്നത്. നമ്മൾ ഒരു തോട്ടും ഒരു ഇമോഷനും ഒരേ രീതിയിൽ ഒരു 3 months ചിന്തിക്കുന്ന സമയത്ത് റെട്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഫോം ചെയ്യും. അത് യൂണിവേഴ്സൽ എനർജി ആയിട്ട് കണക്ട് ആയിട്ട് വീണ്ടും ലാക്ക് ഫീലിംഗ് വരുന്ന സിറ്റുവേഷൻ വന്നുകൊണ്ടിരിക്കും, മണി ലോസ് വന്നുകൊണ്ടിരിക്കും, ഒന്നിനും പൈസ തികയില്ല, കയ്യിൽ നിൽക്കില്ല. അതാണ് സംഭവിക്കുന്നത്. ഇത് ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല, 24/7 ഇത് യൂണിവേഴ്സൽ ലോ ആണ്, നമുക്ക് ചുറ്റും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മൈൻഡിനെ എങ്ങനെ ഞാൻ മാറ്റി ചിന്തിക്കാൻ ശ്രമിക്കണം? ഞാൻ എങ്ങനെ അതിനെ റീപ്രോഗ്രാം ചെയ്യാം? ഞാൻ എന്താ ചിന്തിക്കേണ്ടത്? എനിക്ക് ഈ പൈസ കൊണ്ട് ജീവിക്കാൻ സാധിക്കും എന്നാണോ? അല്ല, എൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ട്, വരും എന്നല്ല, പ്രസന്റ് ടെൻസിൽ ചിന്തിക്കണം. എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ, അത് നമ്മൾ മൈൻഡിനെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റണം. അതായത് മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ബ്രെയിൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പ്രസന്റ് ടെൻസിൽ നമ്മൾ എന്താണോ പറയുന്നത് അത് ശരിയാണെന്ന് മൈൻഡ് അങ്ങ് വിശ്വസിക്കും. ഞാനിപ്പോൾ പറയുകയാണ് ഞാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഞാൻ അബണ്ടൻസിലും പ്രോസ്പെരിറ്റിയിലും നിൽക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ക്രോഡ്സ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ലക്ഷറി വാഹനങ്ങളുണ്ട്, ഞാൻ ഇതാണ് നിരന്തരം മൈൻഡിനോട് പറയുന്നതെങ്കിൽ ആദ്യമൊക്കെ എനിക്ക് കള്ളം തോന്നും. പക്ഷെ ഈ കള്ളം നമ്മൾ കുറേ തവണ പറയുമ്പോൾ സത്യമായിട്ട് മാറും. 3 months ഇതേ രീതിയിൽ പറയുമ്പം ആ ഒരു ഫ്രീക്വൻസിയിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ചിലപ്പോൾ ഒരു 2 years കഴിയുമ്പം ഇത് റിയാലിറ്റിയിലോട്ട് വന്നിട്ടുണ്ടാവും. അതേസമയം ഞാൻ എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിൽ ബില്ലടക്കാൻ പൈസ ഇല്ല, ക്രെഡിറ്റ് കാർഡ് അടക്കാൻ പൈസ ഇല്ല, ഞാൻ ഭയങ്കര ലോ ലെവലാണ്, ഇതെന്നെ ചിന്തിക്കുന്നു. ഫ്രണ്ട്സിനോടും ചിലപ്പം പറയും, എടി എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പം ആ രീതി 2 മൈൻഡ് അപ്പം വർക്ക് ചെയ്യും. ഫ്രണ്ടും അതേ രീതിയിൽ ചിന്തിക്കും നമുക്ക് വേണ്ടിയിട്ട്, നമ്മളും ചിന്തിക്കുന്നു. അപ്പം മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് നടക്കും, ലാക്ക് പെട്ടെന്ന് വരും. അപ്പം ഈ പോസിറ്റീവായിട്ട് നമ്മൾ പ്രസന്റ് ടെൻസിൽ എപ്പോഴും നിരന്തരം പോസിറ്റീവായിട്ട് സംസാരിക്കുമ്പം ആ ഒരു ലൈഫിലേക്ക് നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് എത്താൻ കഴിയും. മനസ്സിലായി. പക്ഷെ അതിപ്പം ഞാൻ വീണയോട് ഇപ്പൊ പറഞ്ഞ വീണക്ക് നാളെ തൊട്ട് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല.
കാരണം നമുക്ക് പാസ്റ്റിൽ ഒരുപാട് ട്രോമ കിടക്കുന്നുണ്ട്, ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ്സ് കിടക്കുന്നുണ്ട്. കാരണം ചെറുപ്പത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും പൊക്കിട്ട് ഒതുങ്ങുന്നതേ കൊത്താവോ, നീ അതിന് അർഹയല്ല, അല്ലെങ്കിൽ നമ്മൾ അതൊന്നും ആഗ്രഹിക്കാൻ പാടില്ല. അപ്പം ഇത്തരം ലിമിറ്റിംഗ് ബിലീഫ്സ് നമ്മളെ മൈൻഡിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും അബൻഡൻസിലും പ്രോസ്പെരിറ്റിയിലും എത്താൻ കഴിയില്ല. ആ ലിമിറ്റിംഗ് ബിലീഫ്സും ഈ പാസ്റ്റിലെ ട്രോമയും ഒക്കെ നമ്മൾ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ലെവലിൽ എത്താൻ പറ്റൂ. അവിടെയാണ് ഒരു മൈൻഡ് പവർ കോച്ചിന്റെ ആവശ്യകത അല്ലേ? മനസ്സിലായി. അപ്പൊ ഇതിപ്പോ ഞാൻ കഴിഞ്ഞ ഒരു 10-30 വർഷമായിട്ട്, അല്ലെങ്കിൽ പോട്ടെ ഒരു 15 വർഷമായിട്ട് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, അയ്യോ പൈസ പോരല്ലോ, ജോലി പോരല്ലോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 10 ദിവസം കൊണ്ടോ 15 ദിവസം കൊണ്ടോ എന്റെ മൈൻഡ് മാറുമോ? കാരണം ഇത്രയും വർഷങ്ങൾ ഞാൻ ചിന്തിച്ചു വെച്ചതിൽ നിന്ന് പുതിയൊരു സാധനത്തിലേക്ക് വരുമോ? അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ടൈം എടുക്കുന്നത്. ഇപ്പം വീണക്ക് ചിലപ്പോൾ ഒരു 3 വീക്സ് കൊണ്ട് മാറി ചിന്തിക്കാനും മാറ്റം വരുമായിരിക്കും. പക്ഷെ വേറൊരു വ്യക്തിക്ക് ഒരു 3 മന്ത്സ് എടുക്കുമായിരിക്കും. അത് നമുക്ക് എങ്ങനെ നമ്മളെ ട്രോമ എത്രത്തോളം ഡീപ്പാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. ഇപ്പം എൻ്റെ ക്ലാസ്സിൽ വരുന്ന ഒരുപാട് പെൺകുട്ടികൾക്ക് സെക്ഷൽ അബ്യൂസിലൂടെ പോയ കുട്ടികളുണ്ട്. അപ്പം ഈ സെക്ഷൽ അബ്യൂസിലൂടെ പോയ കുട്ടികളുടെ ഒക്കെ ഞാനിപ്പോൾ അതിൻ്റെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഫാമിലി പ്രോബ്ലംസ്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വരുന്നത്. കാരണം അവർക്ക് ട്രസ്റ്റ് ഇഷ്യൂ വരും, എപ്പോഴും അവരൊരു പേടിയിലായിരിക്കും, ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും, ചിലപ്പോൾ ഒരുപാട് കരയുന്നുണ്ടാവും. അപ്പം ആ രീതിയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, സ്റ്റേജ് ഫിയർ ഉണ്ടാവുന്നു, സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടാവുന്നു, അവർക്ക് ആൾക്കാരൊക്കെ പേടിയായിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി, കഴിഞ്ഞ ബാച്ചിൽ വന്നൊരു കുട്ടി ആദ്യത്തെ ദിവസമൊക്കെ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടായിരുന്നു ഉണ്ടായത്, ചിരിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ക്ലാസ്സിൽ ആരെങ്കിലും ചിരിക്കാണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിക്കും. അപ്പോൾ ആ കുട്ടിയോട് ഞാൻ 2 വീക്സ് കഴിഞ്ഞ് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, മാം ഇങ്ങനെ എന്നെ 2 പേര് കൂടെയാണ് സെക്ഷൽ അബ്യൂസ് ചെയ്തത്. അപ്പം അതുകൊണ്ട് ഞാൻ ഭയങ്കര ട്രോമയിലായിരുന്നു. 1 ഇയർ ആയിട്ട് ഞാൻ ഒരു ഇരുട്ട് റൂമിലാണ് നിൽക്കുന്നത്, പുറത്തേക്ക് ഇറങ്ങാൻ മനുഷ്യന്മാരെ എനിക്ക് പേടിയാണെന്ന്, ആൾക്കാരെ എല്ലാവരും പേടിയാണെന്ന്. ക്ലാസ്സിൽ വന്ന് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഈ കുട്ടി ഡാൻസ് ചെയ്യാൻ തുടങ്ങി, ഭയങ്കര ചിരിയൊക്കെ, ഭയങ്കര ഗ്ലോ ആവാൻ തുടങ്ങി ഫേസ്. അപ്പം എന്നോട് പറഞ്ഞു, മാം എനിക്ക് എൻ്റെ ലൈഫ് തന്നെ തിരിച്ചു കിട്ടി, ഞാൻ അവരെയൊക്കെ ഫോർഗിവ് ചെയ്തു, അപ്പം ഞാൻ എന്തോ ഒരു കരിങ്കല്ലിൽ എടുത്തു വെച്ചൊരു ഫീലാണ്, ഞാൻ ഫ്രീ ആയി മാം. 22 വയസ്സേ ഉള്ളൂ പെൺകുട്ടിക്ക്. അപ്പം ആ ഒരു ഏജിലൊക്കെ നമ്മൾ ലൈഫ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യേണ്ട ടൈമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇവർ ഇരുട്ട് റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നു, മൂഡ് ഓഫ് ആയിരിക്കുന്നു. അതിനൊക്കെ ഒരു റീസൺ ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പം ആ ഒരു വ്യക്തി എന്താണ് ഇങ്ങനെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നത്, എന്താണ് അവരിങ്ങനെ ഷോർട്ട് ടെമ്പേർഡ് ആവുന്നത്, ഈ ഓരോ വ്യക്തികൾക്കും ഓരോ കഥ പറയാനുണ്ടാവും. അതെ അതെ സത്യം. നമ്മൾ ഒരാളുടെ സംസാരം കേട്ടിട്ട് ഒരിക്കലും അവരുടെ വിലയിരുത്താൻ പാടില്ല. അവർ വളർന്നു വന്ന ചുറ്റുപാട്, അവർക്കുണ്ടായ ട്രോമ, അവർക്കുണ്ടായ എക്സ്പീരിയൻസ്, ഇമോഷൻസ്, അതിൻ്റെയൊക്കെ എൻഡ് റിസൾട്ടാണ് നമ്മുടെ ഇപ്പോൾ ലൈഫ്. അതുകൊണ്ട് നമുക്ക് ആരും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി. ഇനി ഞാൻ എപ്പോഴും കേൾക്കുന്ന ഒരു ഏത് കോച്ചിനോടോ അല്ലെങ്കിൽ ഒരു ഗൈഡിനോടോ ഒരു ഡോക്ടറോടോ ഒക്കെ സംസാരിക്കുമ്പോൾ, ഒരു കൗൺസിലറോട് സംസാരിക്കുമ്പോൾ, ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ് എന്ന് പറയുന്നത് വളരെ കോമൺ ആണ്. പക്ഷേ എപ്പോഴും ആദ്യ കാലഘട്ടങ്ങളിൽ എൻ്റെ ചിന്താഗതി എന്ന് പറയുന്നത് ഇത് തെറ്റാണ് എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷെ ഞാൻ ഇതിൻ്റെ മറ്റൊരു സൈഡിലൂടെ പതുക്കെ കേട്ടു തുടങ്ങി. നമ്മുടെ പാർട്ട്ണറിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ മറ്റൊരാളിലേക്ക് പോകുന്നത്. അപ്പൊ പിന്നെ അതിനെ പൂർണ്ണമായും എങ്ങനെയാണ് തെറ്റെന്ന് പറയാൻ സാധിക്കുന്നത്? കാരണം നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ, ആ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമുക്ക് കിട്ടണ്ടേ എന്ന് ചിന്തിച്ച് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. എന്താണ് സത്യത്തില് ഇപ്പൊ ഒരുപാട് പേരുടെ അവരാരോടും പറയാത്ത രഹസ്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ഈ വിവാഹേതര ബന്ധങ്ങൾ ഉണ്ടാകുന്നത്? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ജെൻസിനും ലേഡീസിനും രണ്ട് രീതിയാണ് മൈൻഡ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഗേൾസിന് വേണ്ടത് എന്താണ്? ഗേൾസിന് ഏറ്റവും കൂടുതൽ വേണ്ടത് കെയർ ആണ്. അതായത് അവളുടെ ഐ ആം ദേ ഫോർ യു, അല്ലെങ്കിൽ അച്ഛൻ പറയാണ് മോളെ ഞാൻ നിന്റെ കൂടെ ഉണ്ട്, എന്ത് വന്നാലും ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. അച്ഛൻ നമ്മളൊരു ശക്തിയാണ്. അതേ പ്രൊട്ടക്ഷൻ നമ്മൾ ഹസ്ബൻഡിന്റെ അടുത്തുനിന്നും എക്സ്പെക്ട് ചെയ്യുന്നു അല്ലെ? അപ്പൊ ഹസ്ബൻഡ് എന്നെ പ്രൊട്ടക്ട് ചെയ്യണം, എനിക്ക് സങ്കടം വരുമ്പം എന്നെ ഒന്ന് ഹഗ് ചെയ്യണം, എന്റെ വിഷമങ്ങൾ കേൾക്കണം. ചിലപ്പോൾ ഹസ്ബൻഡ് അതിന് ടൈം ഉണ്ടാവില്ല, ഹസ്ബൻഡ് ബിസിനസ്സിൽ തിരക്കായിരിക്കും. അപ്പം ഈ വൈഫിന് ആരുടെ അടുത്തെങ്കിലും ഇത് ഓപ്പണായി പറയണം. കാരണം ആളുടെ ഉള്ളിൽ അൺഹീൽഡ് ആയിട്ടുള്ള ഇന്നർ ചൈൽഡ് ഉണ്ട്. ചിലപ്പം ആ ഒരു കുട്ടിക്ക് ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ഫാദർ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക ചെറുപ്പത്തിൽ. അപ്പൊ ഈ കുട്ടിക്ക് എവിടുന്നെങ്കിലും ഈ ഇമോഷൻ കിട്ടണം. അപ്പം അത് ക്രേവ് ചെയ്ത് പോവാണ്, എവിടുന്ന് കിട്ടും. അപ്പോൾ ഒരാൾ വന്ന് പെട്ടെന്ന് ചിലപ്പോൾ ആ ഒരാൾ വേറെ എന്തെങ്കിലും മോഹിച്ചായിരിക്കും വരുന്നത്, പണം മോഹിച്ചു അങ്ങനെ തന്നെ. പക്ഷെ ഇവർക്ക് കിട്ടുന്ന ഇമോഷൻ അവിടുന്ന് കിട്ടുന്നു, അപ്പം അങ്ങോട്ട് പോകും. നേരെ ജെൻസിലോട്ട് വരികയാണെങ്കിൽ ജെൻസിന് വേണ്ട, പുരുഷന്മാർക്ക് വേണ്ടത് സപ്പോർട്ടാണ്.
അതായത് അവരെ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്രീസിയേഷൻ എല്ലാവർക്കും വേണം, പക്ഷെ പുരുഷന്മാർക്ക് അവരുടെ കഴിവിനെ അംഗീകരിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പൊ അവരെ ആരാണോ സപ്പോർട്ട് ചെയ്യുന്നത് അവിടേക്ക് അവർ പോകും. അത് ഫ്രണ്ട്സ് ആണെങ്കിൽ ഇപ്പൊ ഒരു ഫ്രണ്ട് പറയണ നീ അടിപൊളിയാണ്, നിന്റെ വർക്ക് സൂപ്പറാണ്, നിന്റെ സംസാരം അടിപൊളിയാണ്, ചിലപ്പോൾ നേരെ കൊണ്ടുവന്ന ബാറിലേക്കായിരിക്കും, എന്നാലും എവിടെയാണ് സപ്പോർട്ട് വരുന്നത് അങ്ങോട്ടേക്ക് അങ്ങനെയാണ് ലേഡീസിന്റെയും ജെന്റ്സിന്റെയും മൈൻഡ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇപ്പം ഞാൻ വീണനെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വീണൊക്കെ എന്നോട് ഒരു കണക്ഷൻ ഫീൽ ചെയ്യും അറിയാതെ. ഈ അപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു ഫ്യൂവൽ ആണ്, നമുക്ക് ഫ്യൂച്ചറിലോട്ട് പോകാനുള്ള ഒരു കോൺഫിഡൻസും ഒരു ഫ്യൂവൽ ആണ് ഉള്ളെന്ന് വരുന്നത്. പക്ഷെ അപ്പോഴും ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഇപ്പൊ എല്ലാ പാർട്ട്നേഴ്സിലും ഇത് കിട്ടണമെന്ന് നമ്മൾ ചിന്തിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ച് വരുന്ന ആളെന്ന് പറയുന്ന ആള് ചിലപ്പോൾ വേറെ മറ്റു പല കാര്യങ്ങളിലും എക്സലന്റ് ആയിരിക്കാം, ചിലപ്പോൾ ഈ ഒരു പാർട്ടി ചിലപ്പോൾ കുറച്ച് മിസ്സിംഗ് ആയിരിക്കാം, പക്ഷെ അതുകൊണ്ട് ഞാൻ വേറൊരാളിലേക്ക് പോകുന്നു എന്ന് പറയുന്നതിൽ ന്യായമുണ്ടോ? അല്ലെങ്കിൽ ഇത് ഇയാളെ മാറ്റിയെടുക്കാൻ പറ്റുമോ, എന്നെ മാറ്റിയെടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നമുക്കിപ്പം ഞാൻ എപ്പോഴും പറയുന്നത്, എന്നോട് വന്നിട്ട് പറയും എൻ്റെ ഹസ്ബൻഡാണ് മാം തെറ്റ്, എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയാണ്, ബിഹേവിയർ ഇങ്ങനെയാണ്, ദേഷ്യം ഇങ്ങനെയാണ്. അപ്പം ഞാൻ ഹസ്ബൻഡിനെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല, ഞാൻ വൈഫിനോടാണ് മാറാൻ പറയാം. അതെന്താന്ന് വെച്ചാൽ നമ്മളുടെ പേഴ്സ്പെക്റ്റീവ് മാറ്റുക. നമ്മൾ നിരന്തരം മൈൻഡിനോട് പറയുന്ന ഇതാണ്, എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയാണ്, എൻ്റെ ഹസ്ബൻഡ് ഈ രീതിയിലാണ് എന്നോട് ബിഹേവ് ചെയ്യുന്നത്, എന്നെ തീരെ നോക്കുന്നില്ല, ദേഷ്യപ്പെടുന്നു. അപ്പം നമ്മൾ ഫ്രണ്ട്സിനോട് ഇത് തന്നെയാണ് പറയുന്നത്. അപ്പം മൈൻഡ് ഇതാണ് ഫുൾ ടൈം കേൾക്കുന്നത്. അപ്പം എങ്ങനെ മാറ്റം വരും? നമ്മൾ മാറി ചിന്തിക്കണം. എങ്ങനെയാണോ നമുക്ക് ഹസ്ബൻഡ് ആവേണ്ടത്, ആദ്യം നമ്മൾ അത് ഗോൾ സെറ്റ് ചെയ്യണം. എല്ലാം നമ്മൾ നമ്മളാണ് ക്രിയേറ്റർ നമ്മളെ ലൈഫിന്റെ. നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫ് കൊണ്ടുപോകണം എന്നുള്ളത് നമുക്ക് ഇപ്പം ചിന്തിക്കാം. ഇപ്പൊ നമുക്ക് 5 വർഷത്തേക്കുള്ള ലൈഫ് നമുക്ക് ഡിസൈൻ ചെയ്ത് വെച്ചാൽ അതുപോലെ ലൈഫ് പോകും. എന്ന് വെച്ചാൽ എല്ലാം ഫുൾ ടൈം ഹാപ്പി ഒന്നും ആയിരിക്കില്ല, പ്രോബ്ലംസ് വരും. പ്രോബ്ലംസ് വന്നാൽ നമുക്ക് അതിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാഫ് ആൻ അവർ 1 അവർ കൊണ്ട് നമുക്ക് റിക്കവർ ആവാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഹസ്ബൻഡിനെയും വൈഫിനെയും ഒരേ രീതിയിൽ സ്ട്രഗ്ലിംഗ് മാരീഡ് ലൈഫ് ടു ലവ് അഫെയറിൽ എത്തിക്കാനാണ് ഇതുപോലുള്ള ക്ലാസ്സുകൾ. എത്രയോ പേര്, അതായത് 45 വയസ്സ് 55 വയസ്സൊക്കെ ഉള്ള കപ്പിള് അവരെ കഴിഞ്ഞ സായാഹ്നത്തിലോട്ട് എത്തി ജീവിതത്തിന്റെ. അവര് അത്രയും 55 വയസ്സ് ഫുൾ ടൈം പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ ഈ 55-56 വയസ്സിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലാണ് എത്തുന്നത്. അപ്പൊ അവരൊക്കെ ഇത്ര താങ്ക്സ് പറയുന്നറിയോ നമ്മളെ ക്ലാസ്സിനെ പറ്റിയിട്ട്. കാരണം അവർ പറയണ ഇതൊരു 30 വർഷം മുന്നേ അറിയാമെങ്കിൽ നമ്മളെ ലൈഫ് എത്ര ഭംഗിയായേനെ. അത് ഏത് വയസ്സ് മുതലുള്ള കുട്ടികൾക്കാണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്? ഈ രീതിയിലുള്ള ഇത്രയും ഇൻഡെപ്ത് ആയിട്ടുള്ള ടോപ്പിക്കുകളാണല്ലോ ഇത്. കുട്ടികൾക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ എന്നാ പോലെ ഇത് ഒരു പ്രായം വരണ്ടേ, ഒരു 10 വയസ്സ് വേണ്ടേ ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട്? അപ്പൊ ആ പ്രായം മുതലാണോ കുട്ടികൾ വരിക? 10 വയസ്സ് ഒരു ടീനേജർ ആകുമ്പോൾ കുറച്ചും കൂടെ ഡെപ്ത് ആയിട്ട് മനസ്സിലാവും. ചെറിയ കുട്ടികളാകുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അവർക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ പറയുന്ന അതുപോലെ തന്നെ അവർ പ്രാക്ടീസ് ചെയ്യും. എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല, മനസ്സിലാക്കാതെ അത് പ്രാക്ടീസ് ചെയ്യും, പക്ഷെ അവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അങ്ങനെ 7 years 8 years ഉള്ള കുട്ടികളൊക്കെ വരാറുണ്ട്. ബിഹേവിയർ ഇഷ്യൂ ഉള്ളവർ വരാറുണ്ട്, ഭയങ്കര വികൃതിയായ കുട്ടികൾ വരാറുണ്ട്. അത് പേരൻസ് ആണ് പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻ്റെ മോൻ ഭയങ്കര വികൃതിയാണ്, നോട്ടിയാണ് എന്ന് അവരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു അത് നിങ്ങൾ ആദ്യം മാറ്റുക, പുറത്ത് പറയുന്നത്. മോന്റെ ഐഡന്റിറ്റി ഇങ്ങനെയല്ല നിങ്ങൾ പുറത്ത് വെളിപ്പെടുത്തേണ്ടത്. ഒരാളുടെ മകനാണ് 84 മാർക്കായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്ന എക്സാമില്. പിന്നെ ഈ പ്രാക്ടീസിലൂടെ ആൾക്ക് 46 ഒക്കെ കിട്ടാൻ തുടങ്ങി. അവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയ മാർക്കാണ്. തീർച്ചയായിട്ടും. കാരണം ഒന്നും പഠിക്കാത്ത 0 ഒക്കെ ആയിരുന്നു ബാക്കിയുള്ള സബ്ജക്റ്റിൽ. അപ്പൊ അതിൽ നിന്ന് ഇത്ര ഒരു മാറ്റം വരാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അത് നമ്മൾ ഫോഴ്സ്ഫുള്ളി അല്ല പഠിപ്പിക്കുന്നത്. അതെ, ഈ ഒരു ടെക്നിക്കിലൂടെ ആ പഠിത്തം എന്നുള്ള പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റഡിങ് എന്നുള്ള പ്രോസസ്സ് എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. ഒരിക്കലും പേരൻസ് കുട്ടികളെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കരുത്. അവര് താല്പര്യത്തോടെ പഠിക്കണം. അതിലേക്ക് എത്തിക്കാൻ ഈ കോഴ്സിന് പറ്റും, ഈ ക്ലാസ്സിന് പറ്റും. എത്ര ഡ്യൂറേഷനിലാണ് ഒരു വ്യക്തിക്ക്, ഒരു ആവറേജ് വ്യക്തിക്ക് കോഴ്സ് എടുക്കേണ്ടി വരിക? ഈ കോഴ്സ് 14 ദിവസത്തെ കോഴ്സാണ്. 14 ദിവസമാണെങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. എല്ലാം കൂടെ 21 ഡേയ്സിന്റെ പ്രാക്ടീസ് വരുന്നുണ്ട്. ഒരു വ്യക്തിക്ക് ഒരു ന്യൂറൽ പാത്വേ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ 21 ഡേയ്സ് ആണ്. അപ്പൊ പുതിയൊരു ശീലം, പുതിയൊരു മാറ്റം തുടങ്ങുക 21 ഡേയ്സ് കൊണ്ടാണ്. പിന്നെ അത് ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തിക്കുന്നത് ആ ഒരു വ്യക്തി ഈ പ്രോസസ് എത്രത്തോളം സീരിയസ് ആയി ചെയ്യുന്നു, ഇൻവോൾവ് ചെയ്ത് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. ഇത് ഏത് പ്രായം വരെ? അതായത് നമുക്കിപ്പോ ഒരു വ്യക്തിയെ മാറ്റിയെടുക്കാൻ പറ്റുന്നതിന് ഒരു പ്രായപരിധി ഉണ്ടോ? ഇപ്പൊ എനിക്ക് 70 വയസ്സായി, ഇനി ഞാൻ ഇതൊക്കെ ചെയ്ത് എന്ത് മാറാനാ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവില്ലേ? അപ്പൊ ഇതിന് ശരിക്കും ഒരു പ്രായപരിധി ഉണ്ടോ? പ്രായപരിധി ഇല്ല. KFC എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? ആളുടെ 68ാമത്തെ വയസ്സിലല്ലേ. അപ്പൊ നമുക്ക് എപ്പോ വേണമെങ്കിലും നമ്മുടെ ലൈഫ് എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഞാൻ എല്ലാവരോടും പറയാറുള്ളത് ടിൽ യുവർ ലാസ്റ്റ് ബ്രെത്ത് നമ്മൾ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അവസാന ശ്വാസം വരെ
നമ്മൾ വർക്ക് ചെയ്യണം അല്ലെ, അല്ലാണ്ട് റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയുന്നത് ഇല്ല. ആ റിട്ടയർമെന്റ് ലൈഫാണ് ഒരാളെ രോഗിയാക്കുന്നത്, അസുഖത്തിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ ഇതിന് പ്രായപരിധിയേ ഇല്ല, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. ആണ് അല്ലേ? ഇത് പലപ്പോഴും ഇതിനകത്തൊന്നും ഒരു വിശ്വാസം ഇല്ലാത്തവർ പറയില്ലേ ഓരോ ഉഡായിപ്പ് പരിപാടിയായിട്ട് ഇറങ്ങിയേക്കുന്നതാണ്. എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മള് അത് മെസ്സേജുകളായിട്ട് കാണും, ചിലപ്പോ കോൾസ് ആയിട്ട് കാണും, അല്ലെങ്കിൽ ഇൻബോക്സിൽ കാണും. ഇതിനൊക്കെ മറുപടി കൊടുക്കാറുണ്ടോ? ഇല്ല, കാരണം അപ്പോഴും ഞാൻ അവരുടെ പാസ്റ്റ് ഇങ്ങനെ ആയിരിക്കുമല്ലോ, അങ്ങനെ ഞാൻ ചിന്തിക്കാറ്. ഒരാളെ ഓക്കെ ഇവരുടെ ക്യാരക്ടർ ഇതാണ്, ഇവരോട് ഇങ്ങനെ ബിഹേവ് ചെയ്യണം, അങ്ങനെ ചിന്തിക്കാറില്ല. അവർക്ക് എന്തൊക്കെയോ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് നമ്മളോട് അങ്ങനെ പറയുന്നത്. എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉടായിപ്പാണ്, നമ്മളെ ക്ലാസ് ഉടായിപ്പാണ്, പൈസ തട്ടിപ്പാക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വ്യക്തികൾ തന്നെ തിരുത്തി പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സോറി പറഞ്ഞിട്ടുണ്ട്. മാം കാരണം ഇന്ന് ലൈഫിൽ ഇത്രയും എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായി, ഒരുപാട് നന്ദി. അന്ന് ഞാൻ ഈ ക്ലാസ്സിൽ വരണം എന്നെടുത്ത തീരുമാനമാണ് എൻ്റെ ടേണിംഗ് പോയിന്റ് ലൈഫിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുറത്തുനിന്ന് കാണുമ്പോ അവരുടെ തെറ്റല്ല, അങ്ങനെയാണ് വിചാരിക്കുക. അതെ. ഒരു ഗൈഡ് അല്ലെങ്കിൽ ഒരു കോച്ച് എങ്ങനെയാണ് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യിക്കുന്നത്? അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി. നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇപ്പൊ ഒരാള് വരുന്ന സമയത്ത് അവരോട് ഞാൻ കുറെ സംസാരിക്കും. അപ്പൊ അവർക്ക് ഏത് ഏരിയയിലാണ് പ്രശ്നമുള്ളത്, അവരുടെ റൂട്ട് കോസ് എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കും. അപ്പൊ റൂട്ട് കോസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് സോർട്ട് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടി വന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അച്ഛനോടും അമ്മയോടാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം, അവരെന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, അമ്മ കാരണം ഞാൻ കുറെ ഇങ്ങനെ അനുഭവിച്ചു, എനിക്ക് അവരോട് എന്താ ഞാൻ മരിച്ചാലും പൊറുക്കില്ല, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ ആദ്യം ഫോർഗീവ് ചെയ്യേണ്ടത്, ക്ഷമിച്ചു കൊടുക്കേണ്ട പേരൻസിനെയാണ്. പേരൻസിനെ നിങ്ങൾ ഫോർഗീവ് ചെയ്യാണ്ട് നിങ്ങൾക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാവില്ല, ലൈഫിലൊരു ഗ്രോത്ത് ഉണ്ടാവില്ല. കാരണം അവരല്ലേ നമ്മളെ ക്രിയേറ്റർ, നമ്മളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നവരാണ്. അപ്പം ഒരു കുട്ടി ഇതുപോലെ പേരൻസിന് വേണ്ടി 21 days ഫോർഗിവ്നെസ് ചെയ്ത് 1 week കഴിയുമ്പോഴത്തേക്കിന് ജോബ് ഓഫർ വന്നു. ഓ ശരി. എനിക്കിപ്പോ പുറമേ നിന്ന് നോക്കുമ്പോ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് അകത്തും എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളുള്ളതായിട്ട് എന്തോ എവിടെയോ തകരാറ്. അങ്ങനെ ഇല്ലാത്ത ഒരാള് പ്രശ്നമൊന്നുമില്ല, ഒരു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു മൈൻഡ് പവർ കോച്ചിന്റെ അടുത്തേക്ക് വരേണ്ട ആവശ്യകതയുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ മൈൻഡ് പവർ കോച്ചിനെ സഹായിക്കുമോ? അല്ല, അവരാദ്യം ആക്സെപ്റ്റ് ചെയ്യണം. എനിക്ക് എല്ലാവരും എല്ലാ ഏരിയയിലും പെർഫെക്റ്റ് ആയിരിക്കില്ല. ഇപ്പൊ ചില ആൾക്കാർ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പം ഏതോ ഒരു പോയിന്റിൽ അവർ ഡൗൺ ആയിരിക്കും, അവർക്ക് വീക്ക് പോയിന്റ് ഉണ്ടാവും. അപ്പൊ അത് ചില ആള് റിവീൽ ചെയ്യില്ല എന്താണ് വീക്ക് പോയിന്റ് എന്നുള്ളത്. ആ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒരേപോലെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാൾക്കേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആദ്യം അവർക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കി ആക്സെപ്റ്റ് ചെയ്യണം, എന്നിട്ട് ഒരു കോച്ചിന്റെ അടുത്ത് വന്നിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ എനിക്കൊരു പ്രോബ്ലം ഇല്ല, നാർസിസ്റ്റായി ഇരിക്കുന്ന ഒരാൾക്ക് മാറാനൊന്നും പറ്റില്ല അല്ലേ? ഇനി അവസാനത്തെ എല്ലാവർക്കും അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഇങ്ങനെയുള്ള കോഴ്സുകളിലേക്ക് വരിക എന്ന് പറയുമ്പോഴത്തേക്കും പലരെയും, പ്രത്യേകിച്ച് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജീവിക്കുന്ന പലരെയും പേടിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, അയ്യോ ഇതിനൊക്കെ ഭയങ്കര പൈസയായിരിക്കും, ഇത്രയും പൈസ മുടക്കി ഞാൻ ഇതിന് പോയിട്ട് പ്രത്യേകിച്ച് എനിക്ക് പ്രയോജനം ഉണ്ടായില്ലെങ്കിൽ ആ പൈസയും പോയി, ഇങ്ങനെയുള്ള പേടികൾ കൊണ്ട് തൽക്കാലത്തേക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന കുറച്ച് പേരുണ്ടാവും. അപ്പോൾ അവരോട് ഈ കോഴ്സ് വളരെ എക്സ്പെൻസീവ് ആണോ, അല്ലെങ്കിൽ ഇതിനകത്ത് നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ആണോ ഉണ്ടാകുന്നോ, എന്താണ് ഡോക്ടർ പറഞ്ഞു കൊടുക്കുക? എനിക്ക് അവരോട് പറയാനുള്ളത്, നമ്മൾ എന്തിനാണോ പ്രയോറിറ്റി കൊടുക്കുന്നത് അവിടെ നമ്മൾ മണി ഇൻവെസ്റ്റ് ചെയ്യും. ശരിയല്ലേ? കറക്റ്റ് ആണ്. ഇപ്പൊ കേരളത്തിൽ തന്നെ നമ്മൾ ചിലപ്പോൾ ഒട്ടും പൈസ ഇല്ലാത്ത ഫാമിലിയാണ്, ലോൺ എടുത്തിട്ട് സ്ഥലം വിട്ടിട്ടൊക്കെ കല്യാണം നടത്തും, ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ട്. അപ്പം അതിനവർ പ്രയോറിറ്റി കൊടുക്കുന്നതുകൊണ്ടാണ്. അവർ ലൈഫ് മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിച്ച് അതിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതും വളരെ ചെറിയ ഫീസേ ഉള്ളൂ, ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, ഒരുപാട് എക്സ്പെൻസീവ് ഒന്നല്ല. മന്ത്ലി നമ്മള് മൈൻഡ് പവർ കോച്ചിങ്ങിന് ചെറിയൊരു ഫീസേ വരുന്നുള്ളൂ. പിന്നെ പേഴ്സണൽ സെഷനിലോട്ട് പോകുമ്പോൾ 7 days അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് വരുന്നുള്ളൂ. കാരണം അത് കസ്റ്റമൈസ്ഡ് ടെക്നിക്കാണ് കൊടുക്കുന്നത്. കാരണം ഇപ്പൊ വീണക്ക് കൊടുക്കുന്ന ടെക്നിക്ക് ആയിരിക്കില്ല വേറൊരാൾക്ക് കൊടുക്കുന്നുണ്ടാവും. അതാണ് മാറ്റം വരുന്നത്. അപ്പൊ ഏതായാലും ഇത് മൊത്തമായിട്ട് കേട്ടിരുന്നപ്പോ ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഒരു 7 ദിവസത്തെ പേഴ്സണൽ സെഷന് പോയേക്കാം. എനിക്ക് പേഴ്സണലി വീക്കുള്ള കുറച്ച് ഏരിയകൾ എനിക്ക് സ്വയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും മൈൻഡ് പവർ എന്ന് പറയുന്ന ഒരു ഭയങ്കരമായ പവറെ തിരിച്ചറിയാനായിട്ട് ആളുകൾക്ക് സാധിക്കട്ടെ, വ്യക്തികൾക്ക് സാധിക്കട്ടെ. ഒരുപാട് പേർക്ക് ഡോക്ടർ ശ്രീവിദ്യയിലൂടെ ജീവിതത്തിൽ വലിയ വലിയ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാകാൻ സാധിക്കട്ടെ. ഒരുപാട് പേര് ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് വന്ന്
പിന്നീട് അവരുടെ വിജയ കഥകൾ പറയുന്ന ഒരു അവസരം ഉണ്ടാവട്ടെ. വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം വീണയോട് സംസാരിച്ചിരിക്കാൻ പറ്റിയതിൽ നന്ദി. താങ്ക് യു.